എല്ലാവർക്കും നമസ്കാരം. നമുക്കേ ഇന്നൊരു യാത്ര നടത്തിയാലേ വേറെയും കോലേട്ടാ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഗവി കാട്ടിലൂടെ ഒരു യാത്ര നടത്താവേ. ഗവി യാത്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഇത് ആങ്ങാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ നേരെ ഗവിയുടെ എൻട്രൻസിൽ കൊണ്ട് കാണിക്കണം. എന്നാലും നമുക്ക് ഇവിടെ കയറി പോകാൻ പറ്റില്ല. ഇവിടെ രാവിലെ 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഗവി യാത്ര ചെയ്യണവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി അതല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തന്നെ ഇവിടെ അടിപൊളി ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ചെറിയൊരു ഹോട്ടലാണ് ഈ കമലമാദാസ് എന്ന് പറയുന്ന ഹോട്ടൽ. അതായത് നമ്മുടെ ഗവിക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ ടിക്കറ്റ് കൊണ്ട് കഴിയുമ്പോഴത്തേന് ഒരു പാലം ഉണ്ടല്ലോ. ഇവിടെ ലെഫ്റ്റാണ് നമുക്ക് ഗവിക്ക് പോകേണ്ടത്. ഈ പാലം കയറുന്നതിന് മുമ്പ് തന്നെ കേട്ടോ ഈ ഹോട്ടൽ കാണുന്നത്. വീട്ടിലെ ഫുഡാണ്. ഗവിക്കുള്ള ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് KSRTC കേട്ടോ. അപ്പോൾ ഈ KSRTC കയറി പോയതിന് ശേഷം ഇനി നമ്മുടെ വണ്ടി വിടുള്ളേ. ശരിക്കും ഈ മഴക്കാലത്തൊക്കെ കാട് കാരണം കേട്ടോ ഒരു ഒന്നൊന്നര ഫീലായിരിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ അപകടമാണ്. കാരണം മഴ പെയ്ത് മരങ്ങളൊക്കെ മറിഞ്ഞ് വീടിയൊക്കെ ചെയ്യും. എന്നാലും കാട് കാണാൻ എപ്പോഴും ഭംഗി എന്ന് പറഞ്ഞാൽ മഴക്കാലത്തായിരിക്കും. നല്ല പച്ചപ്പും നല്ല രസമായിരിക്കും. ഈ പോകുന്ന റൂട്ടിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണും. ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഈ ഗവി ഫോറസ്റ്റിന് ഒരു 2-3 പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വൺ വേ ആണ്. അതായത് നമ്മൾ ഈ എൻട്രൻസിൽ കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ വള്ളക്കടവിൽ ചെന്ന് കയറാം. ഇത് അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ടൊരു യാത്രാമാർഗം അത് നിരോധിച്ചിരിക്കും കേട്ടോ. അതായത് വൺ വേ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ വനയാത്ര KSRTCയുടെ വനയാത്ര ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവി റൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, ഈ മഴക്കാലത്ത് കാടുകളിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടാകുന്നു, വെള്ളച്ചാട്ടങ്ങൾ. ഇത് കണ്ട നല്ല രസമല്ലേ. ആ കാടിൻ്റെ മേളിൽ നിന്ന് എവിടുന്നോ ഒഴുകി വരുന്ന ചെറിയൊരു സ്ട്രീമാണ് കേട്ടോ. നല്ലപോലെ ആനപ്പിണ്ടോ കിടപ്പുണ്ട് കേട്ടോ. നൈറ്റ് ഇതുവഴി പോയതാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഫ്രണ്ട് മറ്റേ KSRTC പോയായിരുന്നു. അതിൻ്റെ പൊക്കമ്പനിയെ കയറ്റി അരച്ച് ചതച്ചൊക്കെയാണ് പോയേക്കണത്. നൈറ്റ് ഇതിനകത്ത് കയറിയ ഒരുപാട് ആനിമൽസ് കാണാൻ പറ്റും. പക്ഷേ നൈറ്റ് നമുക്ക് അലോഡല്ല, അതാണ്. പിന്നെ പോകാൻ കേട്ടോ. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സഫാരിയാണ്. സഫാരി അല്ല, ഉച്ച കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ വള്ളക്കടയിൽ ചിലപ്പോൾ നൈറ്റ് ആകും. ആ സമയത്തൊക്കെ നല്ല ആനിമൽസ് സൈറ്റിങ് കാണും. പക്ഷേ ഡേഞ്ചറാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ മൊത്തവും കാടൊക്കെ വലിച്ച് പറിച്ച് നടുക്കിയിട്ടുണ്ട്. കുറച്ച് ഇതുണ്ട് റോഡിന് നടുക്കൊക്കെ ആനപ്പിണ്ണം കിടപ്പുണ്ട്. രാവിലെ പോയേക്കണ കേട്ടാ. കുഞ്ഞുങ്ങളുണ്ടെന്നാണ് കേട്ടോ. കുഞ്ഞു ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. ഈ കേരളത്തിലും നല്ല ഇന്ത്യയിലും നല്ല എവിടെ ഏറ്റവും അധികം ഫാൻസ് ഉള്ളൊരു പിണ്ടം ഇത് മാത്രമേ ഉള്ളൂ, ആനപ്പിണ്ടം. ആനയുടെ പിണ്ടത്തിന് ഏറ്റവും അധികം ഫാൻസ് ഉള്ള കേട്ടാ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആനത്താര എന്ന് പറഞ്ഞ റൂട്ട് കേട്ടോ. ആനകൾ സ്ഥിരം പോകുന്നതാണ് ആനത്താര എന്ന് പറയുന്നത്. ഇത് ഇതുവഴി കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ട ആനപ്പിണ്ടത്തിൻ്റെ അവകാശികളെല്ലാം ഇതുവഴി കയറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു റൂട്ട് അങ്ങനെയുണ്ട്. ഇത് കിട്ടിലും വഴിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ KSRTC വന്ന സമയം കൊണ്ട് ആന കയറിപ്പോയാന്ന് തോന്നട്ടോ. ഇതുണ്ട് ആ ചെളിവെള്ളം വരെ ഇങ്ങനെ ഒഴിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം കയറിപ്പോയാൻ തോന്നും. ഈ കാടിനകത്ത് എവിടെയോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കണ്ട ഈ റോഡ് അടഞ്ഞ് ഈറ്റ കിടക്കുവാണ്. നമ്മുടെ ഷോളയാർ ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ കാണുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇപ്പം കാണും എന്നൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ഈ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അല്ലാതെ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അതേ നമ്മുടെ പുറകെ വേറെ കുറേ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുറകെ വരും. അവർക്ക് പേടിച്ചാണ് വരുന്നത് കേട്ടോ. ഈ ആനപ്പിണ്ടൊക്കെ കണ്ടിട്ട് പുറകെ വന്ന വണ്ടിയൊക്കെ പേടിച്ചാണ് വന്നത്. വേനൽക്കാലത്ത് ഉണങ്ങിക്കിടന്ന സ്ട്രീമൊക്കെ കേട്ടോ മഴക്കാലമായപ്പോൾ വല്ല ആക്റ്റീവായി കേട്ടോ. ഇതുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ആനിമൽസിൻ്റെയൊക്കെ ഒരു ആഘോഷ ദിവസങ്ങളെന്ന് പറയുന്നത് ഈ മഴക്കാലങ്ങളാണ്. ഗവി റൂട്ട് വരുമ്പോൾ ഫസ്റ്റത്തെ സൈറ്റിങ് അല്ല ഫസ്റ്റത്തെ അടിപൊളി ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂഴിയാർ ഡാമിൻ്റെ ഒരു കാഴ്ച കേട്ടോ. എന്നാ ഒരു ഭംഗിയാണ് നോക്കിയേ. ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ ആ മിസ്റ്റും കൂടി ആകുമ്പോൾ നമ്മുടെ ഡാമിൽ വെള്ളം അയച്ചു വിടുന്ന ഈ റൂട്ട് വഴി കേട്ടോ. ഇതുവഴി ഇങ്ങനെ വെള്ളം അങ്ങ് പോകുന്നത്. പക്ഷേ ഇതിനകത്തൊരു അഭംഗി എന്ന് പറയുന്നത് ഈ ലൈനാണ് കേട്ടോ. നമ്മുടെ KSCയുടെ ലൈനാണ്. ഡാമിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കിഡിലൻ വ്യൂ ആണ്. നമുക്ക് ഈ ഡാമിൻ്റെ മേളിൽ ഇറങ്ങി നിൽക്കാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നല്ല വ്യൂ നല്ല കാഴ്ചയൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ. ചെറിയ ഇത് അതായത് താൽക്കാലിക ഷെഡുകളാണ്. സ്ഥിരമാത്രമല്ല. അതെ സ്ഥിരമായിട്ട് താമസിക്കാനല്ല, താൽക്കാലികമായിട്ടാണ്. ഇത് ശരിക്കും പറയുമ്പോൾ മീൻ പിടിക്കാനും അല്ലെങ്കിൽ ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പിന്നെ ട്രൈബൽസ് ആണ് കേട്ടോ അത്. പിന്നെ അതെ ഞാൻ ആദ്യം പറഞ്ഞൊരു തിരുത്തുണ്ട് കേട്ടോ. വൺ വേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്കാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇത് അർഹതയുള്ളത് KSRTCക്കും പിന്നെ ഇവിടെയുള്ള KSEB ജീവനക്കാരുടെ വണ്ടികൾക്കും പിന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടി പിന്നെ അതുകൂടാതെ നമ്മുടെ ആംബുലൻസ് പോലുള്ള വണ്ടികളില്ലേ അതിനെയൊക്കെ മാത്രമേ ഇതിലൂടെ റിട്ടേൺ വരാനുള്ള ഒരു അർഹതയുള്ളൂ കേട്ടോ. ഈ ഒരു കാഴ്ച എങ്ങനെയായിട്ട് നോക്കി. നമ്മുടെ മൂഴിയാർ ഡാമാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറി പോകുന്ന ആ ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. എതിർ സൈഡിൽ വന്നപ്പോൾ കണ്ടതാണ്. എന്നാ നല്ല രസമാണ് നോക്കി. ഫോഗ് കണ്ടോ മിസ്റ്റ്. വെയിറ്റിംഗ് ഷെഡ് കണ്ടോ. നമ്മുടെയൊക്കെ നാട്ടിലുള്ള വെയിറ്റിംഗ് ഷെഡ് പോലെയല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വെയിറ്റിംഗ് ഷെഡിനകത്തൊക്കെ ബസ് കാത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ആന വന്നേക്കുള്ള അവസ്ഥ എന്നായിരിക്കും ഇറങ്ങി ഓടാനും പറ്റിയാലോ. അതെ ഇതുണ്ട്. ഇത് നേരെ പോകണം നമ്മുടെ KSEBയുടെ അതായത് ഡാമിൻ്റെ റിസർവോയറിന് അങ്ങോട്ടാണ് കേട്ടോ നേരെ പോകുന്നത്.
ഇവിടുന്ന് നമ്മൾ പോകുന്ന ലെഫ്റ്റ് ഈ വഴി കയറിപ്പോയാണ് നമ്മുടെ ഗവിക്ക് പോകുന്നത്, അതായത് വള്ളക്കടവ് റൂട്ടേ. ആഹാ, സാധാ നമ്മുടെ നാട്ടുകുരങ്ങാണ് കേട്ടോ. നാട്ടുകുരങ്ങല്ല, ഇപ്പോൾ കാട്ടിക്കാണാണ്. നല്ല രസം, കുഞ്ഞാട്ടോ. അതിൻ്റെ അകത്ത് കുറേ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഈറ്റയുടെ കൂമ്പ് കടിച്ചു തന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഉള്ളി പൊളിഞ്ഞ് രണ്ടുപേരും കേട്ടതേ എന്തോ കഴിച്ചോണ്ടിരിക്കും കേട്ടോ. അമ്പോ, ഇതുണ്ട് എന്നാ ഒരു ലുക്കാന്ന് നോക്കി. നമ്മുടെ ഉപ്പന കേട്ടോ, നാട്ടിൽ കാണുന്ന ഉപ്പനില്ലേ, അത് തന്നെയാണ് ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. പുള്ളി ഇങ്ങനെ ചിറകൊക്കെ വിരിഞ്ഞിരിക്കും കേട്ടോ. ആ മഴ തന്നെയിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, ആ മിസ്റ്റൊക്കെ ആയിട്ട്. കാടിൻ്റെ അകത്തോട്ട് വരുമ്പോഴൊക്കെ നല്ല ഇരുട്ട്. ഇതുപോലത്തെ വളവൊക്കെ വളഞ്ഞ് വരുമ്പോഴാണ് ആനയൊക്കെ കയറി നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. എന്നായാൻ പറ്റുമല്ലേ, മുന്നോട്ടും പോകാൻ പറ്റിയല്ല, പുറകോട്ടും പോകാൻ പറ്റിയല്ല, പെട്ടു പോകും. കാടിൻ്റെ യഥാർത്ഥ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ്. ഡാർക്കാണ്. അതെന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല, നല്ല മഴക്കാറുമുണ്ട്, പിന്നെ മഴയാറ്റമുണ്ട്, പിന്നെ കാടിൻ്റെ പച്ചപ്പും നിഗൂഢത നിറഞ്ഞൊരു കാട് പോലെ. അപ്പോൾ മഴക്കാലത്ത് ആരെങ്കിലും എല്ലാവരും ഒന്ന് യാത്രയാണ് കേട്ടോ. ആരെങ്കിലും എന്നല്ല, എല്ലാവരും ഒന്ന് യാത്രയാണ് ഇതുപോലെ കാടുകളിലൊക്കെ. ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കാട് നമ്മുടെ ഗവി കാട് തന്നെയാണ് ഈ സമയത്ത്. പെൻസ്റ്റോക്കാണ് നമ്മുടെ കക്കി ഡാമിൽ നിന്ന് വന്ന പെൻസ്റ്റോക്കാണ്. ഇതിങ്ങനെ താഴത്തോട്ട് പോവുക കേട്ടോ. നല്ല ഒരു ലോങ്ങിലാണ് കിടക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ടു നോക്കി. ഇത് കണ്ട കോട കയറി വരുക കേട്ടോ. നേരെ താഴത്ത് നല്ലപോലെ കയറി വരുന്ന കേട്ടോ. കാറ്റടിച്ചപ്പോഴേ നീ കണ്ട പറന്ന് കയറി വന്നുകൊണ്ടിരിക്കും. ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ മിക്കവാറും നമ്മൾ നിൽക്കുന്ന സ്ഥലം മൂടി പോകുന്നത് തോന്നാം കേട്ടോ. അതുപോലെയാണ് കോട കയറി വരുന്നത്. നമ്മുടെ ഈ കാട്ടിലൂടെ യാത്ര എന്ന് പറയുമ്പോഴേ നമ്മൾ ആനിമൽ സൈറ്റിങ് മാത്രമല്ല കേട്ടോ. ഇതൊക്കെയാണ് കാഴ്ച. പറഞ്ഞ് കൊതിപ്പിക്കുമല്ലോ കേട്ടോ. നേരിട്ട് കണ്ടിട്ട് എനിക്ക് എത്രയോളം മതി വരുന്നല്ലോ എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ. അതുകൊണ്ടാണ് ഈ കാഴ്ച കാണിക്കുന്നത്. ആ മഴയങ്ങ് പെയ്ത് കഴിഞ്ഞപ്പോൾ കാടിനകത്തൊരു മിസ്റ്റ് വന്നങ്ങ് മൂടിയിട്ടേ എന്നാ ഒരു കാഴ്ച. എൻ്റെ പൊന്നെ, നേരിട്ട് കാണാൻ എൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാണ്ട. അടിപൊളി. ഒമ്പോ കിടിലൻ സാധനം. അപ്പോൾ എല്ലാവരും വിട്ടു പോരുക. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ ഗവി യാത്ര പിടിപ്പിച്ചു. ഈ ഒരു കാഴ്ച കണ്ടോ, ഇതെനിക്ക് തോന്നേ ഉരുള് പൊട്ടിയതാണ് നേരത്തെ. ഇപ്പോഴത്തെ അല്ല കേട്ടോ, നേരത്തെ എപ്പോഴോ മണ്ണൊലിച്ച് വന്നു. ഉരുളോട്ടയല്ല, മണ്ണ് മേളിൽ നിന്ന് മഴക്കാലത്ത് ഒലിച്ച് വന്നൊരു ഗ്യാപ്പാണ്. പിന്നെ മഴക്കാലത്ത് ഏറ്റവും ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് വേണം മണ്ണിടിച്ചിലുണ്ടാകും, മരം കൊഴിഞ്ഞ വീടിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വരാൻ. നമ്മൾ ഇത്ര നേരം റോഡിലെ കാഴ്ചയൊക്കെ അല്ലേ കണ്ടോളൂ. ഈ ഒരു കാഴ്ച കണ്ടിട്ട് നോക്കി. ഒരു മരം കേട്ടോ, നല്ല വലിയൊരു മരമാണ്. മരത്തിൻ്റെ അകത്ത് മൊത്തം മിസ്റ്റ് കയറി നിൽക്കണ കേട്ടോ. ഇടിലും വ്യൂ ആട്ടോ. പക്ഷേ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ക്ലിയർ കാഴ്ച കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ കാടിനകത്തായതുകൊണ്ടാണ്. നമ്മൾ മിക്കപ്പോഴും ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള കേട്ടോ, ഈ മഴക്കാലത്ത് ഈ പാറയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സൈസ് ചെടിയാട്ടോ. ഇതിൻ്റെ പൂ കാണാൻ നല്ല രസമാണ്. ആ മഴത്തുള്ളിയൊക്കെ വീണിരിക്കാൻ തന്നെ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ കാട്ടിൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് മയക്കുന്ന കുറേ കാഴ്ചകൾ. ആ മിസ്റ്റ് ചെറുതായിട്ട് റോട്ടിൽ നിന്ന് മാറി കേട്ടോ. അതിൻ്റെ കാരണം വെച്ചാൽ നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഇത് കണ്ട ആ കോട അങ്ങ് പറക്കണം കണ്ട താഴത്തു നിന്നാണ്. കണ്ട റോഡിൻ്റെ സൈഡിൽ തന്നെ ചെറിയ കുത്തനല്ല, വലിയൊരു കുക്ക പോലത്തെ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ കാറ്റടിക്കുമ്പോൾ നമ്മളെ കോട ഇങ്ങനെ പറന്ന് പോകണം കാണാൻ പറ്റും. ഇതുണ്ട് അവിടെ നിന്ന് പറന്ന് കയറി ഇവിടെ മൂടാറായി കേട്ടോ. അത് താഴത്ത് നല്ല കട്ടയായിട്ട് കോട കയറി വരുന്നുണ്ട്. ആ സ്ഥലമൊക്കെ നല്ലപോലെ കാണാമായിരുന്നു നമ്മളിപ്പോൾ വണ്ടി നിർത്തിയ സമയത്തെ. അത് കഴിഞ്ഞപ്പോൾ അത് മൊത്തം അങ്ങ് മൂടി. ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പോലെ തന്നെ ഈ കോട മൊത്തവും പറന്ന് റോട്ടിൽ കയറും തോന്നുന്നു. റോട്ടിൽ കയറിയും പിന്നെ ആദ്യത്തെ പോലെ ലൈറ്റ് ഇട്ട് പോകേണ്ടി വരും, ഒന്നും കാണാൻ പറ്റത്തില്ല. ആ മിസ്റ്റ് മൊത്തം നമ്മുടെ റോട്ടിലോട്ട് വന്നു കേട്ടോ. ഇത് കണ്ട അത്രക്കും കാറ്റാണ്. ആ ഓപ്പൺ പ്ലേസിൽ നിന്ന് മൊത്തം കാറ്റടിച്ച് ആ മിസ്റ്റ് മൊത്തം റോട്ടിലായിട്ടാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാടിൻ്റെ അകത്തൊക്കെ നല്ല കട്ട മിസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഗവി യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ കക്കി ഗവി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യണം കേട്ടോ. ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓഫ്ലൈനിലും കിട്ടും, പക്ഷേ ഓഫ്ലൈൻ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പും ഞാൻ പറയുന്നില്ല. ഓൺലൈൻ ആയിരിക്കും ഇച്ചിരി നല്ല കേട്ടോ. പിന്നെ വീക്കെൻഡുകളിൽ കഴിയാവുന്ന വരാതിരിക്കണമായിരിക്കും നല്ലത്. വീക്കെൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിരിക്കും. ഒന്ന് റോഡിനകത്ത് നിറച്ച് വണ്ടികളായിരിക്കും, പിന്നെ ബുക്കിംഗ് കിട്ടാനും പാടായിരിക്കും. പിന്നെ ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 3 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ ആ ബുക്കിംഗ് സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളേ. ഈ കാടിൻ്റെ യഥാർത്ഥ സൗണ്ട് കേൾക്കാൻ എന്നെ രസമല്ലേ. എൻ്റെ വെള്ളച്ചാട്ടം ഒഴുകണം, പിന്നെ കിളികൾ കരനൊക്കെ കേൾക്കാൻ എന്നെ രസം നോക്കി. ഒന്ന് കേട്ട് നോക്കണേ. ബുൾബുൾ എന്ന് പറഞ്ഞ കിളിയാട്ടോ. ബുൾബുൾ നോർമലി നമ്മുടെ നാട്ടിലും കാണാറുണ്ട്. പിന്നെ ഈ എന്താ പറയുക, മലമേഖലയൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കാണുന്നതാണ്. മലയോര മേഖലകളിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ഇരട്ടത്തലച്ചി ബുൾബുൾ. ഇതേ പ്രതീക്ഷിച്ച് വന്നൊരു കാഴ്ച, പക്ഷെ അടുത്തല്ല കേട്ടോ, ഒരുപാട് ലോങ്ങിലാണ്. ദൂരെ അങ്ങ് അറ്റത്തൊരു മലയിലാട്ടോ ആനക്കൂട്ടം നിൽപ്പുണ്ടേ. ആ കറുത്ത് കാണുന്ന കേട്ടോ ആനക്കൂട്ടങ്ങളേട്ടാ. ഓ എന്നെ രസം, നല്ല ലോങ്ങിലാണ് കേട്ടോ. ഞാൻ നോക്കട്ടെ, ക്യാമറയ്ക്കകത്ത് എടുത്തിട്ട് നല്ല ക്ലിയർ കിട്ടുന്നുണ്ടെ കാണിച്ചു തരാവേ.
ഇതേണ്ട നമ്മൾ ആനേനെ കണ്ടതിൻ്റെ തൊട്ട് താഴത്തായിട്ട് കേട്ടോ കുറേ കരിങ്കുരങ്ങ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഇല തളിരിലയൊക്കെ പറിച്ച് ഇരുന്നോണ്ടിരിക്കുമെന്ന് തോന്നുന്നു. കുറേ ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. മഴക്കാലം ആയി കഴിഞ്ഞപ്പോഴേ കാട്ടിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ആക്റ്റീവായി തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ റോഡിന് തൊട്ട് പറ്റി തന്നെ കാണുന്ന കാഴ്ചയാണ്. വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ വെള്ളം നേരെ ഇങ്ങനെ റോഡ് കവിഞ്ഞ് ഇപ്പുറത്തോട്ടാണ് ഒഴുകി പോകുന്നത്. ഇതേട്ടാ കരിങ്കുരങ്ങി കാണാം, എന്നെ രസം നിൽക്കും. നല്ല ലോങ്ങിലാട്ടാ, ചെറിയൊരു കമ്പൽ ഏറ്റവും മരത്തിൻ്റെ അങ്ങ് ഉച്ചിലായിരിക്കും കേട്ടോ. നല്ല ലൈറ്റാട്ടോ അതിൻ്റെ തലയോട്ടടിക്കുന്ന. നമ്മുടെ യാത്രയിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വ്യൂ കാണാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ നിർത്താൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിയൊക്കെ ഒരുപാട് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊന്നും ഇവിടെ നോക്കുമ്പോഴൊരു കാഴ്ച കണ്ടോ. ഇത് മറ്റേ കക്കി ഡാമിൻ്റെ റിസർവോയർ കയറി കിടക്കുന്ന കേട്ടോ. എന്നാ ഒരു വ്യൂ നോക്കി. വെള്ളമില്ല കേട്ടോ, ഇത്രയും മഴ പെയ്തിട്ട് ഇവിടെ ഈ ഡാമിൽ വെള്ളം തീർത്തും പറ്റി കിടക്കുവാണേ. വേണ്ട നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കക്കി ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നു കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ഏരിയ തന്നെയാണ്, അവിടെ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഇതുണ്ടോ, വെള്ളമൊക്കെ തീർത്തും പറ്റി കിടക്കും കേട്ടോ. തീർത്തും പറ്റിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തീർത്തും വെള്ളം കുറവാണ്. ഈ ഒരു കെട്ടിടം കണ്ട എന്നെ ഒരു വ്യൂ നോക്കി, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ നമുക്കൊരു ഫിഷിങ്ങിനൊക്കെ ഒരു അവസരം ഇവർ തന്നിരുന്നെങ്കിൽ എന്നായിരുന്നല്ലേ, വലിയ മീനൊക്കെ കാണുമായിരിക്കും ഇതിനകത്ത്. നല്ല രസം. പക്ഷേ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം തീർത്തും കുറവാട്ടെ. എനിക്കൊന്ന് ഇവിടെ പെൻസ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ, ഈ കാണുന്ന കെട്ടിടത്തിനാണ്. അപ്പോൾ വെള്ളം അവർ വലിച്ചു വിടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വെള്ളം കുറവ് ഇവിടെ കാണാൻ. അങ്ങനെ നമ്മൾ കക്കി ഡാമിൻ്റെ പൊക്കത്തോടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് തന്നെ പാസ് ഒരിക്കലും കളയരുത് കേട്ടോ. ഇത് നമ്മൾ ഓരോ ഡാമിൻ്റെ മേളിൽ കയറുമ്പോഴും ഈ പാസ് എല്ലാ ഡാമിൻ്റെ ഇവിടെ പോലീസുകാർ കാണും കേട്ടോ. അവരെ കാണിക്കാനുള്ളതാണ്. അതൊരു യാതൊരു കാരണവശാൽ ആദ്യം തന്നെ പാസ് കളയരുത് കേട്ടോ. അടുത്തൊരു വ്യൂ പോയിൻ്റ് അല്ല, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസ് ആട്ടോ. ഈ കാണുന്ന ഒരു പാറമട കേട്ടോ. ഈ പാറമട എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കക്കി ഡാം പണിയാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിച്ച ഒരു ഗ്യാപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇതുണ്ട്, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ സ്ഥലമൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ എന്താ വിനോദയാത്ര വണ്ടികൾ KSRTC ഒക്കെ നിർത്തേണ്ട ഒരു സ്പേസാണ് കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നിന്ന് ചോറൊക്കെ മേടിച്ചിട്ടുണ്ടാകുന്നു, ഊണ് മേടിച്ചിട്ടുണ്ടാകുന്നു. ഫുഡ് കഴിച്ചിട്ട് പോകാം. പിന്നെ പ്രത്യേകം എല്ലാവരുടെ എടുത്ത് പറയണേ, ഈ ഫുഡ് കഴിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ നിർത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഇത് കണ്ട വരുന്നവരെല്ലാവരും പ്ലാസ്റ്റിക് വേസ്റ്റ് മൊത്തം കൊണ്ട് ഇവിടെ ഇട്ടിരിക്കും കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് മൊത്തം വേസ്റ്റ് ഇട്ടിരിക്കണം. ആ കൂടെ നമുക്കൊരു നല്ലൊരു സ്പേസ് ഉള്ളതായിരുന്നു ഇവിടെ. അത് ഇതുപോലെ മാലിന്യമാക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാരെല്ലാവരും ചെയ്യുന്നത് ഇതുണ്ട, ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാവരും ഇരിക്കണം. അത് യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കോ അല്ല ഫുഡിൻ്റെ വേസ്റ്റുകളോ ഒന്നും ഇവിടെ കൊണ്ടിട്ടരുത്. കൊണ്ടുവന്ന സാധനം റിട്ടേൺ ഒരു കൂടിനകത്താക്കി തന്നെ തിരിച്ചു കൊണ്ടുപോകുക. നമ്മുടെ വള്ളക്കടവ് ചെല്ലുമ്പോൾ അവിടെ വേസ്റ്റ് പിന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇടാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അത് കാരണം യാതൊരു കാരണവശാലും ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടാൻ നോക്കരുതായിരുന്നു. ചോറ് ഇതാ കേട്ടോ, നമ്മളിവിടെ നിന്ന് മേടിച്ച ഊണിതാണ്. 3 ഊണ് മേടിച്ച്. ഇത് അത്യാവശ്യം നല്ലപോലെ കറിയൊക്കെ ഉണ്ട് കേട്ടോ, മീൻ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണ്. അപ്പോൾ വീണ്ടും പറയാണ് വേസ്റ്റ് ഇവിടെ ഇടരുത്. ചോറ് തിന്നുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതുണ്ടോ, കോട വന്ന് മൂടി. ഇത് നല്ല കോട കയറി വരിക കേട്ടോ. മിക്കവാറും കോട വന്ന് മൂടും തോന്നും. 3ാമത്തെ ഡാം കേട്ടോ, ആനത്തോട് എന്ന് പറയുന്ന ഡാമാണ്. ഇതിൻ്റെ പൊക്കം വഴിയാണ് ഇനിയുള്ള ഭാഗം. നല്ല വ്യൂ കേട്ടോ. ഇത് കേട്ടോ, ഇതിൻ്റെ താഴത്തും ഇവിടെയും വെള്ളം തീർത്തും പറ്റി കിടക്കുവാണേ. ഇത് കണ്ടോ, മൊത്തവും വെള്ളം പറ്റി കിടക്കും കേട്ടോ. ഇത് നമ്മുടെ ആനത്തോട് ഡാമിൻ്റെ പുറത്തിറങ്ങി നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു റോഡുണ്ട് കേട്ടോ. ആ റോഡ് ഇങ്ങനെ ഡാമിൻ്റെ അങ്ങോട്ട് നടുക്കോട്ട് ഇങ്ങനെ പോകുന്ന റോഡാണ്. ഒരു ടാറിട്ട് റോഡാണ്, നല്ല റോഡാണ്. വെള്ളം കയറിക്കുമ്പോൾ അത് മൊത്തം മുങ്ങിപ്പോകും. പിന്നെ ഇതിൻ്റെ ഷട്ടർ കാണുന്നത് ഈ കാണുന്നതാണ് ഷട്ടർ. അതായത് ഇവിടെയൊക്കെ ഇത്രയും നിറഞ്ഞ് വെള്ളം വന്നു കഴിയുമ്പോൾ മാത്രമേ ആ ഷട്ടർ തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ വെള്ളം വരണം. ഇവിടെയൊക്കെ നിറയെ കണ്ടോ, അവിടെയൊക്കെ അത്രയും പറ്റി കിടക്കുക. നല്ലപോലെ മഴ പെയ്ത് വെള്ളം വന്നാൽ മാത്രമേ ഇവിടെ ഷട്ടറിൻ്റെ അവിടെ വരെ വെള്ളം ആവുള്ളൂ, തുറന്നു വിടുള്ളൂ കേട്ടോ. നല്ല വ്യൂ അല്ലേ കാണാൻ, ആ മഞ്ഞത്ത് ഡാമിൻ്റെ ഷട്ടറും കാഴ്ചയൊക്കെ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. എന്നാലും നമ്മുടെ റോഡിലൊക്കെ മൊത്തവും കോടമഞ്ഞ് കയറി നിറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയാൻ നല്ലൊരു ആനിമൽ സൈറ്റിങ് കിട്ടിയാൽ മതി. ആദ്യത്തെ പോലെ ലോങ്ങിലല്ല, പറ്റുമെങ്കിൽ അടുത്ത് കിട്ടണം ആനക്കൂട്ടങ്ങളെയൊക്കെ. നമ്മളങ്ങനെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കും, ടിക്കറ്റ് എടുക്കാൻ വേണം. അതുപോലെ ഫീസ് അടക്കണം, എൻട്രൻസ് ഫീസ് അടക്കണം കേട്ടോ. ഇതാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഓഫീസേ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കാട്ടിലൂടെ നമ്മൾ കയറിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് ഫീസ് എടുത്ത്, എൻട്രൻസ് ഫീസ് എന്ന് പറയുമ്പോൾ 85 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാസ് തരും, ഒരു ടിക്കറ്റ് വരും. ആ ടിക്കറ്റ് നമ്മൾ കളയാതെ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കാണിക്കണേ. നമ്മുടെ 4ാമത്തെ ഡാം കൊച്ചുകൊമ്പ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മൾ സാധാരണ വന്ന ഡാമിൻ്റെ എല്ലാത്തിൻ്റെ പൊക്കം വഴിയല്ല പോകുന്നത്. ഇതിലങ്ങോട്ട് പൊക്കത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി തന്നെ പോകുന്ന ഒരു റൂട്ടാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സൈറ്റിങ് അല്ലേ കൂടി ഒരു സൈറ്റിങ് കിട്ടി കേട്ടോ. വൈൽഡ് ആനിമൽ, ഒരു കാട്ടുപന്നിയാണ്, ഒറ്റയാനാന്ന് തോന്നുന്നു. ഉണ്ടോ, നല്ല സൈസ് സാധനം കേട്ടോ. പോണ പോക്ക് കണ്ടോ. ഇങ്ങോട്ട് പോ റോട്ടോട്ട് കയറി
പുള്ളി പതി ആ കാടിനകത്ത് കയറി കേട്ടോ. ഈ കാണുന്ന മരം കണ്ട, ഇത് മറ്റേ ഗോഫർ എന്ന് പറഞ്ഞ മരം കേട്ടോ. അതായത് മറ്റേ നോഹയുടെ പെട്ടകയില്ലേ കഥകളുള്ള, അപ്പോൾ അതിനു വേണ്ടി പണിയാൻ എടുത്തിരുന്ന മരമാണെന്നാണ് ഈ പറഞ്ഞ കേട്ടോ. ഗോഫർ എന്ന് പറഞ്ഞത് നല്ല ഹാർഡ് വുഡാണ്. ഈ കാണുന്ന വഴിയുണ്ടോ, ഈ കാണുന്ന ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കാണുന്ന കോൺക്രീറ്റ് വഴിയല്ല, ഈ പൂഴിയിട്ട വഴി കാടിനകത്തോട്ട് ഇങ്ങനെ പോകുന്ന വഴിയില്ലേ, അതാണ് ശരിക്കും മറ്റേ പൊന്നമ്പലമായിട്ടുള്ള മകരജ്യോതി തെളിയിക്കാൻ പോകുന്ന വഴിയില്ലേ. ഈ ട്രൈബൽസ് ആയിരുന്നു പണ്ട് പോയിക്കൊണ്ടിരുന്ന, ഇപ്പം ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ ആട്ടാ. അപ്പോൾ അത് ഇവിടം വഴിയാണ് പോകുന്നത്, നേരിട്ട് അങ്ങ് പോകുന്നതാണ് കാടിൻ്റെ അകത്ത് പൊന്നമ്പലമായിട്ടിട്ട് പോകുന്ന വഴിയാണ്. അങ്ങനത്തെ നമ്മുടെ ലാസ്റ്റ് ഡാം കേട്ടോ, ഗവിയാർ ഡാം. ഇതോടുകൂടി കഴിഞ്ഞ് ഡാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ വള്ളക്കടവിലോട്ടാണ്. ഇത് ഈ ഒരു വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, ഫുള്ളും കോട കേട്ടോ. കോടയൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുവാണേ. നമ്മുടെ വിനോദയാത്രയുടെ വണ്ടി വന്നാലും അതല്ല, നമ്മുടെ വള്ളക്കടവിലെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, നേരത്തെ ഉണ്ടല്ലേ ജംഗിൾ ക്യാമ്പിൻ്റെ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വള്ളക്കടവിലുള്ള അവിടുത്തെ ഒരു പാക്കേജ് ട്രിപ്പ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബസ് സഫാരി വരുമ്പോൾ നിർത്തുന്ന സ്ഥലമാണ്. KSRTC വരുന്ന കേട്ടോ. മറ്റേ വിനോദയാത്ര വണ്ടിയാണ്, നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു വണ്ടിയാണ്. പക്ഷേ ആ റെഡ് വണ്ടി ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടി കിഡിലനൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഓഹോ കൊള്ളാം. നമ്മളിത് അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് വള്ളക്കടവിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴൊക്കെ റിവറിൻ്റെയൊക്കെ ശോകമാണ് കേട്ടോ. അതായത് മഴ കുറവാണെന്ന് എനിക്ക് തോന്നി ഇങ്ങോട്ട്. നമ്മൾ കയറിയ സ്ഥലമില്ല, അതായത് പത്തനംതിട്ടയിൽ നിന്ന് കയറിയത് അങ്ങാവീട് ആ ഭാഗത്തൊക്കെ ആയിരുന്നു നല്ല മഴ. ഈ കാണുന്ന കേട്ടോ മാനമുട്ടി മല എന്ന് പറഞ്ഞ മല കേട്ടോ. ഇവിടെ വള്ളക്കടവിൻ്റെ അവിടെ, വള്ളക്കടവിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് ഒരു ട്രെക്കിംഗ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അടിപൊളി ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുവൽ സൈറ്റിങ് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വരുന്നത്. ഇത് കണ്ട, ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ മാനമുട്ടി മലയുടെ മേളിൽ എന്തെങ്കിലും ആനിമൽ സെറ്റിംഗ് ആണെന്ന്. ഇത് നമ്മളാവ് നിൽക്കണ്ട, നല്ല ലോങ് നയിക്കണം, ഒറ്റയേ ഉള്ളെന്ന് തോന്നും കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ മറു സൈഡിലൊക്കെ ആയിട്ട് വേറെ കാണുമായിരിക്കും. ഇത് നല്ല ലൈറ്റിങ്ങിനെ നിൽക്കണം, നമ്മളാവിനെയും കണ്ടു കിട്ടി. അങ്ങനെ ദേ നമ്മുടെ ഗവി യാത്രയുടെ അവസാനമായി കേട്ടോ. അതായത് നമ്മുടെ എക്സിറ്റ് അടിക്കാറായി, വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് അവിടെ എത്താറായി കേട്ടോ. അപ്പോൾ ഈ ഒരു സീസണിൽ, അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് മനോഹരമായ കാഴ്ചയെ കാണാൻ പറ്റും കേട്ടോ. മഴയും മഞ്ഞും കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്ര ചെയ്യാൻ പറ്റുമേ. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ സമയത്ത് തന്നെ യാത്ര ചെയ്യാൻ നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണേ. അപ്പോഴേ ദേ ഇതുപോലത്തെ ട്രാവലിങ്ങും ഫോറസ്റ്റ് വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കൂടി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.